ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് റിവിഷൻ ഡേ ആണ്. അതായത് ഈ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടത് ഇതുവരെ നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് പോയതിന് ശേഷം പിന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. ആ എക്സാമൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, റിവൈസ് ചെയ്തത്, അതായത് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ. നമ്മൾ പാർട്ട് 1, 2, 3 ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം മൊത്തത്തിൽ ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണിത്. ഇതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഇനി അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുകൂടെ ആ ഒരു പഞ്ചവത്സര പദ്ധതികൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ ഒന്നൊന്ന് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അതോടൊപ്പം എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ശ്രീ R.P. സിൻഹ, ശ്രീ ശ്യാമൾ ഘോഷ്, ശ്രീ വിനയ് കോഹ്ലി, ശ്രീ മൊണ്ടേക് സിംഗ് അലുവാലിയ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? ആരാണ് പറഞ്ഞേ? ശ്രീ മൊണ്ടേക് സിംഗ് അലുവാലിയയാണ് കേട്ടോ. ശ്രീ മൊണ്ടേക് സിംഗ് അലുവാലിയയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്, മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിനു മുന്നേ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. 2014 മെയ് 26 അദ്ദേഹം രാജിവെച്ചു. അതുകൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 12ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷത്തിലാണ് പൂർത്തിയായത്? 12ാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷത്തിലാണ് പൂർത്തിയായത്? 2016, 2015, 2017, 2014. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ. 2017 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി 2017 മാർച്ചിലാണ് പൂർത്തിയായത്. 2017 മാർച്ചിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2014 ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് എന്താണ് കൊണ്ടുവന്നത്? അതായത് ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് എന്താണ് വന്നത് എന്നുള്ളതാണ്. നീതി ആയോഗ്, സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി, നബാർഡ്, സെബി. എന്താണ് 2014 ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് എന്താണ് വന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നീതി ആയോഗ് ആണ്. അതിനു മുന്നേ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലയിൽ വന്ന ഒരു ഗവൺമെന്റ് തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്യുകയാണ്? പിരിച്ചുവിടുകയാണ്. ചോദ്യം 4, നീതി ആയോഗ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നീതി ആയോഗ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ പറയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നോളജി ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, സാങ്കേതിക വിദ്യ ഇന്ത്യയോടുള്ള ദേശീയ താല്പര്യം, ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ദേശീയ താല്പര്യം. ഏതാണ് ഓപ്ഷന് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. നീതി ആയോഗ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ? ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ചോദ്യം 5, ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു, ബി, ലാൽ ബഹദൂർ ശാസ്ത്രി, സി, ശ്രീമതി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി, ജോസഫ് സ്റ്റാലിൻ. ആരാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്? ഓപ്ഷൻ ഡി, ജോസഫ് സ്റ്റാലിൻ ആണ്.
ജോസഫ് സ്റ്റാലിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് എപ്പോഴാണ്? 1928, 1922, 1924, 1926. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1928 ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ്. 1928. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുമ്പോൾ 1951 അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 1928 സോവിയറ്റ് യൂണിയനിൽ ജോസഫ് സ്റ്റാലിനാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. വർഷം ആലോചിച്ച് നോക്കുക, 1928. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരാണ് നടപ്പിലാക്കിയത്? മൊറാർജി ദേശായി, ചരൺ സിംഗ്, ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി. ഏതാണ് ആൻസർ? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ സി ആയിട്ട് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിനു മുന്നേ ഇത്രന്നെ പറയാനുള്ളൂ കേട്ടോ. അതിനു മുന്നേ ചോദ്യം 8ാമത്തെ ചോദ്യമാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം നമുക്ക്. സേവന മേഖലയുടെ വികസനം, പ്രാഥമിക മേഖലയുടെ വികസനം, കാർഷിക മേഖലയുടെ വികസനം, അതല്ല മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് ഉത്തരം ബി ആണ്, പ്രാഥമിക മേഖലയുടെ വികസനം. പ്രാഥമിക മേഖലയുടെ വികസനം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യന്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് സാമ്പത്തിക മാതൃകയാണ് പിന്തുടർന്നത്? അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അടിസ്ഥാന വളർച്ചാ മാതൃക, ഹരോൾഡ് ഡോമർ മോഡൽ, നിയോ ക്ലാസിക്കൽ വളർച്ചാ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് സാമ്പത്തിക മാതൃകയാണ് പിന്തുടർന്നത്? ഓപ്ഷൻ ഉത്തരം സി ആണ്, ഹരോൾഡ് ഡോമർ മോഡൽ ആണ്. ഹരോൾഡ് ഡോമർ മോഡൽ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സാമ്പത്തിക വികസനം, സാങ്കേതിക വിദ്യയുടെ വികസനം, ദ്വിതീയ മേഖലയുടെ വികസനം, കാർഷിക വികസനം. എന്തായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കൃഷിയുടെ വികസനം. ഓക്കെ, ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, അതിനുശേഷം ഉത്തരം കേൾക്കുക. ഓക്കെ, ചോദ്യം 11, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വിഭജനത്തിന് ശേഷം രാജ്യം പുനർനിർമ്മിക്കുക, വ്യവസായത്തെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക, താങ്ങാനാവുന്ന വിലക്ക് ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും. മുകളിൽ പറഞ്ഞവയെല്ലാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്നുകൂടെ നോക്കാം. വിഭജനത്തിന് ശേഷം രാജ്യം പുനർനിർമ്മിക്കുക, വ്യവസായത്തെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക, താങ്ങാനാവുന്ന വിലക്ക് ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും. മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം 12, താഴെ പറയുന്നവയിൽ ഏതൊക്കെ ജലസേചന പദ്ധതികളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ചത്? ഏതൊക്കെയാണ്? ബക്ര, ബിയാസ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ ജലസേചന പദ്ധതികളാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ചത് ചോദിച്ചാൽ ബക്ര, ബിയാസ്, ഭീമൻ, ചമ്പൽ. ഏതായിരുന്നു? ബക്ര, ബിയാസ്, ഭീമൻ, ചമ്പൽ. ഏതാണ്? ഓപ്ഷൻ എ ബക്രയാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ബക്ര. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്ഥാപിതമായത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്ഥാപിതമായത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ജവഹർലാൽ നെഹ്റു സർവകലാശാല, ബനാറസ് ഹിന്ദു സർവകലാശാല. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1956 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തിൽ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ പ്രധാന സാങ്കേതിക സ്ഥാപനങ്ങളായി സ്ഥാപിക്കപ്പെട്ടു. പഠിച്ചിട്ടുള്ളതാണ്, ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് നിയമപ്രകാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്ഥാപിതമായത്?
ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് നിയമപ്രകാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്ഥാപിതമായത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. എന്തായിരിക്കും ആൻസർ? ഉത്തരം എ ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ധനസഹായ നടപടികൾ UGC ആണ് വഹിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം 15. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം എന്തായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം ജലസേചനം, സേവന മേഖല, പൊതുമേഖല, കൃഷി. ഏതായിരുന്നു? ജലസേചനം, സേവന മേഖല, പൊതുമേഖല, കൃഷി. ഓപ്ഷൻ സി പൊതുമേഖലയാണ്. ഏതാണ്? പൊതുമേഖലയാണ് ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. ഏതിന്റെ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ. 5 വർഷത്തെ പദ്ധതിയുടെ കേന്ദ്രബിന്ദു പൊതുമേഖലയായിരുന്നു. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ 5 വർഷത്തെ പദ്ധതിയുടെ കേന്ദ്രബിന്ദു പൊതുമേഖലയായിരുന്നു. രാജ്യത്ത് ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം കൊണ്ടുവരിക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് സാമ്പത്തിക മാതൃകയാണ് പിന്തുടർന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് സാമ്പത്തിക മാതൃകയാണ്? റോമർ വളർച്ചാ മാതൃക, ക്ലാസിക്കൽ മോഡൽ, ഉൽപാദന സാധ്യതാ അതിർത്തി, മഹലനോബിസ് മാതൃക. ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മഹലനോബിസ് മോഡലാണ് അല്ലെ? മഹലനോബിസ് മോഡൽ. ഈ മാതൃക 1953 പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് വികസിപ്പിച്ചെടുത്തു. ഈ മാതൃക 1953 ആര്? PC മഹലനോബിസ്, അതായത് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് വികസിപ്പിച്ചെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ഥാപിതമായ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ഥാപിതമായ ഗവേഷണ സ്ഥാപനം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ഗ്രോത്ത്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, സാമ്പത്തിക സാമൂഹിക പഠന കേന്ദ്രം, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ എന്നുള്ളത്. ഇതിൽ ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ഥാപിതമായ ഗവേഷണ സ്ഥാപനം? ഏതാണെന്ന് പറഞ്ഞേ. ഓപ്ഷൻ ബി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ഏതാണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടായത്? ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച? ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത്. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടായത്? അഡീഷണൽ ഫാക്ട്സ് ആണ്, എഴുതി വെച്ചേക്കുക. മൂന്നാമത്തേതാണ് കേട്ടോ. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച ഉണ്ടായത്. 1966 ഇന്ത്യൻ രൂപയുടെ മൂല്യം ആദ്യമായിട്ട് ഇടിഞ്ഞത്. ഏത് വർഷമാണ്? 1966 ഇന്ത്യൻ രൂപയുടെ മൂല്യം ആദ്യമായിട്ട് ഇടിഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക് പ്ലാൻ അവധി ദിനങ്ങൾ ഏതൊക്കെ വർഷമായിരുന്നു? പ്ലാൻ ഹോളിഡേ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളായിരുന്നു? 1966, 69, 65, 68, 67, 70, 64, 67. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ എ ആണ്, 1966, 69 പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിന് ശേഷം 1966 മുതൽ 69 വരെ ഇന്ത്യ ഗവൺമെന്റ് പദ്ധതി അവധികൾ എടുത്തു. ഈ കാലയളവിൽ 3 വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേകൾ നടപ്പിലാക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു കാരണം അല്ലാത്തത്? 1 യുദ്ധം, 2 വിഭവങ്ങളുടെ അഭാവം, 3 പണപ്പെരുപ്പത്തിലെ വർധനവ്, ഇറക്കുമതിയിൽ വർധനവ്. പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. എന്താണ്? ഇറക്കുമതിയിലെ വർധനവ്. ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേകൾ നടപ്പിലാക്കുന്നതിന് ഇനി പറയുന്നതിൽ ഏതാണ് കാരണം അല്ലാത്തത് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇറക്കുമതിയിൽ വർധനവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി. ആരായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ആയിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് കാർഷിക സംരംഭമാണ് നടപ്പിലാക്കിയത്? അടുത്ത ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യന്, നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് കാർഷിക സംരംഭമാണ് നടപ്പിലാക്കിയത്? ഈനാം, സുസ്ഥിര കൃഷിക്കുള്ള ദേശീയ ദൗത്യം,
ഹരിത വിപ്ലവം, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് കാർഷിക സംരംഭമാണ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ സി ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. ഇനി ചോദ്യം 23. നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് യുദ്ധമാണ് നടന്നത്? നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് യുദ്ധമാണ് നടന്നത്? ആലോചിച്ച് നോക്കുക. കാർഗിൽ യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ഓപ്ഷൻ ബിയും സിയും രണ്ടും. ഓപ്ഷൻ ബിയും സിയും. ഓക്കെ, അതായത് ഇതിലേതാണ് പറഞ്ഞേ? നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഏത് യുദ്ധമാണ് നടന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബിയും സിയും രണ്ടും നടന്നിട്ടുണ്ട് അല്ലെ? ബിയും സിയും ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതുപോലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ എന്തായിരുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വ്യവസായവൽക്കരണം, പ്രതിരോധം, കൃഷി. ഏതായിരിക്കും? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി 25ാമത്തെ ക്വസ്റ്റ്യന്, അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിരസിച്ചതാരും? VP സിംഗ്, മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, അതുപോലെ PV നരസിംഹ റാവു. ആരാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിരസിച്ചത്? അത് ഓപ്ഷൻ ബി ആണ്, മൊറാർജി ദേശായി. മൊറാർജി ദേശായി. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഗതാഗതം സാധ്യമാക്കുന്നതിനായി ഏത് സംവിധാനമാണ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ തദ്ദേശീയ ബുദ്ധിപരമായ ഗതാഗത സംവിധാനങ്ങൾ, ഗ്രാമീണ റോഡ് ഗതാഗത സംവിധാനങ്ങൾ, ഇന്ത്യൻ ദേശീയപാത സംവിധാനം, ഇന്ത്യൻ റെയിൽവേ സംവിധാനം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ ഗതാഗതം സാധ്യമാക്കുന്നതിനായി ഏത് സംവിധാനമാണ് അവതരിപ്പിച്ചത്? ഏതാണ്? ഉത്തരം സി ആണ്, ഇന്ത്യൻ ദേശീയപാത സംവിധാനം. ഏതാണ്? ഇന്ത്യൻ ദേശീയപാത സംവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ DP ദർ അവതരിപ്പിച്ച പരിപാടി എന്ത്? മിനിമം നീഡ്സ് പ്രോഗ്രാം, പുനരുജ്ജീവനത്തിനും നഗരപരിവർത്തനത്തിനും വേണ്ടിയുള്ള അടൽ ദൗത്യം, സ്വച്ഛ് ഭാരത് അഭിയാൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന. ഏതായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ DP ദർ അവതരിപ്പിച്ച പരിപാടി? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പഠിച്ചതാണ്. മിനിമം നീഡ്സ് പ്രോഗ്രാം ആണ്. ആരാണ് അവതരിപ്പിച്ചത്? DP ദർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതിനു മുന്നേ, ജനങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ പരിപാടി മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിപ്പിച്ചത്. 28ാമത്തെ ക്വസ്റ്റ്യന്, 1980 ശേഷം ഏത് സർക്കാരാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്? 1980 ശേഷം ഏത് സർക്കാരാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്? ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഏതായിരിക്കും ആൻസർ? ഉത്തരം എ ജനതാ പാർട്ടിയാണ്. അടുത്തത്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥാപിക്കുന്നതിന് കാരണമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥാപിക്കുന്നതിന് കാരണമായ പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ, രണ്ടാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. ഏതാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്ഥാപിക്കാൻ കാരണമായ പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ഡി ആറാമത്തേതാണ് കേട്ടോ. 30ാമത്തെ ക്വസ്റ്റ്യന്, ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ പാർട്ടി ഏതാണ്? ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി, ജനതാ പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി ഇതൊന്നും നമ്മൾ പഠിച്ചെത്തിയിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത്, ഏഴാം പഞ്ചവത്സര പദ്ധതി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയാണ് നടപ്പിലാക്കിയതെന്നും കൂടെ ഓർത്തു വച്ചേക്കാം. ഏഴാം പഞ്ചവത്സര പദ്ധതി ഡാഷിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? സാമൂഹിക നീതി, ദുർബലരുടെ പീഡനം നീക്കം ചെയ്യൽ, കാർഷിക വികസനം. മുകളിൽ പറഞ്ഞവയെല്ലാം ഏതായിരിക്കും? മുകളിൽ പറഞ്ഞവയെല്ലാം കറക്റ്റ് ആണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി സാമൂഹിക നീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ദുർബലരുടെ പീഡനം നീക്കം ചെയ്യൽ, കാർഷിക വികസനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
രാജ്യത്തിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി കാരണം വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ 2 വർഷം ഏതാണ് എന്നുള്ളതാണ്. 1990, 92, 91, 93, 92, 94, 89, 91 ഏതാണ്? രാജ്യത്തിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി കാരണം വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ 2 വർഷം എന്ന് പറയുന്നത് 90, 92. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, രാജ്യത്തിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി കാരണം വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി 90, 92. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആകർഷണം എന്തായിരുന്നു? കാർഷിക വികസനം, വ്യവസായവൽക്കരണം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, ജനസംഖ്യാ നിയന്ത്രണം. ഓപ്ഷൻ സി ആണ് വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എപ്പോഴാണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1995 ജനുവരി 1, പിന്നെ 1996 ജനുവരി 1, 1995 ജനുവരി 10, 1996 ജനുവരി 10. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതിനു മുന്നേ 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം, നമ്മൾ പറഞ്ഞു തന്നെ. ഈ അടുത്ത ക്വസ്റ്റ്യന്, 9ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒന്ന് കേൾക്കുക, 9ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി. ആരായിരുന്നു? ഓപ്ഷൻ ബി, അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 36ാമത്തെ ക്വസ്റ്റ്യൻ, സാപ്പുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? സാപ്പുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രത്യേക പ്രവർത്തന പദ്ധതികൾ, പ്രത്യേക പ്രവർത്തന ആസൂത്രണം, സുരക്ഷാ പ്രവർത്തന പദ്ധതികൾ, സുരക്ഷിത പ്രവർത്തന പദ്ധതികൾ. ഏതാണ്? ഓപ്ഷൻ എ, പ്രത്യേക പ്രവർത്തന പദ്ധതികൾ. അതാണ് സാപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, പ്രത്യേക പ്രവർത്തന പദ്ധതികൾ. അതിനു മുന്നേ, നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാണ് ഈ നടപടി ആരംഭിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് ഈ നടപടി ആരംഭിച്ചത്. സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, ജലനയം എന്നിവയിൽ SAP ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോൾ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, ജലനയം എന്നിവയിൽ SAPകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ജനസംഖ്യാ നിയന്ത്രണം, സാമൂഹിക നീതി, ദാരിദ്ര്യം കുറക്കൽ, എയും സിയും എന്നുള്ളതാണ്. ഏതാണ്? പറഞ്ഞേ, ഏതായിരിക്കും 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? എയും സി, ജനസംഖ്യാ നിയന്ത്രണം, ദാരിദ്ര്യം കുറക്കൽ. ഇതാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏതാണ്? 8%, 10%, 6%, 7%. ഓപ്ഷൻ എ, 8% 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8%. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എത്രയായിരുന്നു? 2000, 2005, 2002, 2007, 2001, 2006, 2003, 2008. ഏതാണ്? ഓപ്ഷൻ ബി, 2002, 2007 ആണ് 10ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ, കൃഷിരഹിത മേഖലയിൽ 50 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ലിംഗഭേദവും സാമൂഹിക വിടവും ഇല്ലാതാക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക. അതല്ല, മുകളിൽ പറഞ്ഞവയെല്ലാം കറക്റ്റ് ആണ്. ഏതായിരിക്കും ആൻസർ? മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കൃഷിരഹിത മേഖലയിൽ 50 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ലിംഗഭേദവും സാമൂഹിക വിടവും ഇല്ലാതാക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക. മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി
നമുക്ക് ഇത്രയും ക്വസ്റ്റ്യനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഓരോന്നും പോസ് ചെയ്തിട്ട് ആൻസർ നോക്കിയിട്ടുണ്ടാവും. കറക്റ്റ് ആൻസറൊക്കെ എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് റിവിഷൻ ഡേ ആണ്. റിവിഷനുള്ള ഓരോ നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു എന്താ എല്ലാം മെർജ് ചെയ്തിട്ടുള്ള PDF നമുക്ക് ടെലഗ്രാം ചാനലിൽ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് വായിക്കുക. അതോടൊപ്പം വായിച്ച് സമയം വായിക്കാനുള്ള സമയം കിട്ടാത്തവരെന്ത് ചെയ്യുക, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു 2x സ്പീഡിലൊക്കെ ഇട്ടിട്ട് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.